ഹായ്. തന്റെ എല്ലാ പ്രിവിലേജുകളും ഉപയോഗിച്ച് തന്റെ ജനങ്ങൾക്കെതിരെയുള്ള കുതിരകയറ്റമാണെന്ന് മനസ്സിലാക്കാതിരിക്കുന്ന ഒരു രാമനും, ഏതെങ്കിലും ഒരു കാലത്ത് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വന്ന് ജനങ്ങളെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു രാവണനും നേർക്കുനേർ വരുമ്പോൾ രക്തച്ചൊരിച്ചിൽ കുറക്കാൻ വേണ്ടി ഇതിലെവിടെ നിൽക്കും എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സീത. ഇതാണ് പാരഡൈസിനെ കുറിച്ചിട്ട് ആദ്യം കേൾക്കുന്ന ഒരു നറേഷൻ. അങ്ങനെയാണ് പാരഡൈസ് കാണാൻ തീരുമാനിക്കുന്നത്. 2023 സിനിമ ഇറങ്ങിയിട്ടുണ്ട്. IFFKയിൽ വന്നിട്ടുണ്ട്. തിയേറ്ററിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് OTTയിൽ വന്നത്. പ്രസന്ന വിത്തനാഗെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ഒരു ശ്രീലങ്കൻ ബാക്ക്ഗ്രൗണ്ടിൽ ചിത്രീകരിച്ച ചിത്രം. നമുക്കറിയാം ശ്രീലങ്കയുടെ ചരിത്രം എന്ന് പറയുന്നത് പണ്ട് സിംഹള വിഭാഗക്കാർ തമിഴ് വംശജരോടും മുസ്ലിങ്ങളോടും കാണിക്കുന്ന വിരോധം, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വംശവെറിയുടെ കഥയാണ്. ശ്രീലങ്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ അതിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം, ഈ രാഷ്ട്രീയ സ്വഭാവം ഇതിൻ്റെ അന്തസത്ത ഒട്ടും ചോരാതെ വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളതാണ് പാരഡൈസ് എന്ന് പറയുന്ന സിനിമ. ശ്രീലങ്ക നമുക്ക് എല്ലാവർക്കും പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള, പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന, ഇന്ത്യയുമായി വളരെയധികം സാംസ്കാരികമായും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം. അതൊരു കൈൻഡ് ഓഫ് അവിടുത്തെ വിഷ്വലൊക്കെ കാണുമ്പോൾ നമുക്കറിയാം പാരഡൈസ് തന്നെയാണ്. ഈ മിത്തുകളുടെ പ്രതാപം കൊണ്ട് വളരെയധികം ഉള്ളൊരു സ്ഥലമാണ് ലങ്ക. രാവണന്റെ സ്ഥലം. രാവണൻ അവിടുത്തെ ജനങ്ങളുടെ ഒരു കണക്കിന് അവരുടെ ദൈവമായി വരെ കാണുന്ന, നമ്മൾക്കാണ് നമ്മുടെ രാമായണത്തിൽ അല്ലെങ്കിൽ നമ്മൾ പാടിപ്പറയുന്ന രാമായണത്തിലാണ് രാവണൻ ഓപ്പോസിറ്റ് ക്യാരക്ടറായിട്ട് വരുന്നത്. ഏകദേശം 300-ലധികം രാമായണത്തിന്റെ വകഭേദങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. പലതരത്തിലാണ് രാവണനുള്ളത്. അപ്പൊ അവിടുത്തെ ജനങ്ങളെ രക്ഷിക്കാൻ അവിടുത്തെ ആൾക്കാരുടെ രക്ഷകനായി എത്തുന്ന ഒരു രാവണൻ, അങ്ങനെ ഒരു മിത്ത് കൂടി ഈ രാമായണത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ വകഭേദത്തിലുണ്ട്. ഇതിന്റെ ഒരു പൊളിറ്റിക്സ് അവിടെ ഉണ്ട്. ഏറ്റവും കോറായിട്ട് ഇവിടെ പറയുന്നത് പ്രസന്ന വിത്തനാഗെയാണ് തിരക്കഥയും സംവിധാനവും ചെയ്തിട്ടുള്ളത്. രാജീവ് രവിയാണ് ഇതിന്റെ ക്യാമറ ചലിപ്പിച്ചിട്ടുള്ളത്. ശ്രീലങ്കയുടെ ഭംഗി മൊത്തത്തിൽ അങ്ങോട്ട് ഒപ്പിയെടുത്തിട്ട് അവിടുത്തെ ഓരോ ഓരോ ഹനുമാൻ ടെമ്പിൾ ആയാലും അവിടുത്തെ രാവണൻ ഉറങ്ങിക്കിടക്കുന്ന മലയായാലും അങ്ങനെ അതിൻ്റെ ഒരു സൗന്ദര്യം, ശ്രീലങ്കയുടെ ഒരു സൗന്ദര്യം അങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു സിനിമയാണ്. അങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സിനിമയാണ്. പിന്നെയുള്ളത് മ്യൂസിക്കിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പം ടൂൾ ഉപയോഗിച്ചിട്ട്, അതായത് എന്താണോ ടൂൾ ഉപയോഗിക്കുന്നത് അതിന്റെ ശബ്ദം മാത്രം വെച്ച് ബാക്കിയൊക്കെ സൈലൻസ് വെച്ചിട്ട് ഏറ്റവും ഇമോഷനായ രംഗങ്ങളിൽ മാത്രം മ്യൂസിക് ഉപയോഗിച്ച്, അല്ലാതെ മ്യൂസിക്കിന്റെ കുത്തൊഴുക്ക് കൊണ്ട് ഇമോഷൻ കൂടാനില്ല. നമ്മൾ ഏറ്റവും ഈഗറായിട്ട് നോക്കി നിൽക്കുന്നത് അടുത്ത മിനിറ്റ് എന്ത് സംഭവിക്കും, അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഒരാളുടെ ഇമോഷൻ. റോഷനാണ് ഇതിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നത്. അപ്പം റോഷന്റെ ഇമോഷൻ, ഫോർ എക്സാമ്പിൾ റോഷന്റെ ഇമോഷൻ വരുമ്പം ആ ഇമോഷനിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. അല്ലാതെ മ്യൂസിക് അതിലേക്ക് ബൗണ്ട് ചെയ്തിട്ട് അതിനെ അങ്ങ് എംബ്രേസ് ചെയ്യുന്ന ആ തരത്തിലൊന്നും ഒന്നും ചെയ്തിട്ടില്ല. ഇമോഷൻ വെച്ചിട്ട് അതിൽ റോഷനും ദർശനയാണ് പ്രധാന കഥാപാത്രം. അപ്പോൾ ഇവർ രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ച് ഒരു തരത്തിൽ ഒരു സൈഡിൽ റോഷൻ അല്പം ഡൗൺ ആണെന്ന് തോന്നിയ ദർശന അതിനെ കോപ്പപ്പ് ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ട് ദർശനം കൊടുക്കുന്ന ഓരോ ഇമോഷൻസ്, എനിക്ക് റോഷനേക്കാളും ഇഷ്ടമായത് ദർശനയുടെ ഇമോഷൻസ് ആണ്. അതായത് പുള്ളിക്കാരി കൊടുക്കുന്ന ഇമോഷൻസ് ഉണ്ട്, പുള്ളിക്കാരി വാക്കുകൾ കൊണ്ട് പറയാതെ എക്സ്പ്രസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മുഖത്തുള്ള ചലനഭാവങ്ങൾ കൊണ്ട് ഇത്രയും സംഘർഷഭരിതമായ ഒരു നാട്ടിൽ ഇവരുടെ വിവാഹ വാർഷിക ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ സംഘർഷത്തിന്റെ ഇടയിൽ ഇവരുടെ അവസ്ഥയിലും അവരും പെട്ടുപോകുന്നു. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു നിസ്സഹായ അവസ്ഥയാണ് ഈ സിനിമയുടെ മൊത്തത്തിലുള്ള കഥ പറയുന്നത്. ഈ നിസ്സഹായ അവസ്ഥയിലും ഉണ്ടാകുന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ ദർശനം കൊടുക്കുന്ന ക്യാരക്ടർ അമൃത എന്ന് പറയുന്ന ക്യാരക്ടർ കൊടുക്കുന്ന ഒരു ഇമോഷൻ ഉണ്ട്. ഈ നിസ്സഹായ അവസ്ഥയിലും ചെറിയ 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 കാര്യങ്ങളിൽ കണ്ടെത്തുന്ന സന്തോഷം, അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥയിൽ ഉണ്ടാവുന്ന വിഷമം, എല്ലാ പ്രിവിലേജുകളോടു കൂടി ജീവിക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാവാതെ പോകുന്ന റോഷന്റെ ക്യാരക്ടറായ കേശവ്. അപ്പോൾ ഇവരുടെ ഇടയിൽ ഉണ്ടാവുന്ന ഇത്രയും വർഷം അടിപൊളിയായിട്ട് പോയൊരു ഫാമിലി എന്ന് ആദ്യം തന്നെ കാണാം. ഇത് ഈ ശ്രീലങ്കയിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ജനങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അതെന്താന്ന് മനസ്സിലാക്കാതെ പോകുന്ന റോഷന്റെ കേശവ് എന്ന് പറയുന്ന കഥാപാത്രം. പക്ഷെ ദർശനയുടെ കഥാപാത്രം അമൃത അമ്മുവിന് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഈ ഇമോഷന്റെ കൂടെ നിൽക്കണം എന്നുണ്ട്. നമ്മളറിയാതെ നമ്മളൊരു ക്രൈം ചെയ്തു എന്ന് വളരെ ഓപ്പൺ ആയിട്ട് പറയാൻ സാധിക്കുന്നുണ്ട് ദർശനയുടെ കഥാപാത്രം ചെയ്തിട്ടുള്ള അമ്മു എന്ന് പറയുന്ന കഥാപാത്രത്തിന്. അപ്പോൾ ഇതിനൊക്കെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയിട്ട് മ്യൂസിക് ആയാലും എഡിറ്റിംഗ് ആയാലും, ശ്രീകറാണ് ഇതിന്റെ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഭയങ്കരമായിട്ട് വേണ്ടാത്തൊരു സീൻ പോലും ഇല്ല എന്ന് പറയൂല, അങ്ങനെ വളരെ മെച്ചുവേർഡായിട്ട്
ഐ മീൻ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു ഫ്രെയിം കണ്ടാൽ അറിയാം അതിന്റെ ഭംഗി. അതിലൊരു ജീവിനെ കാണിക്കുന്നുണ്ട് മാനിനെ പോലെ. അപ്പൊ ഇത് അമൃതയുടെ ജീവിതത്തില് അല്ലെങ്കിൽ അമൃതക്ക് ഉണ്ടാക്കുന്ന ഒരു ഹോപ്പ് എന്നൊക്കെ പറയുന്ന ഏറ്റവും മൈനറായ കാര്യത്തിൽ നമുക്കാണത് ഏറ്റവും മൈനർ, അല്ലെങ്കിൽ കേശവനാണത് ഏറ്റവും ചെറിയ കാര്യമെന്ന് തോന്നുമെങ്കിലും അമൃതനെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്. ഇതൊക്കെ ഉണ്ടാക്കുന്ന സന്തോഷം. പിന്നെ അവിടുത്തെ വംശീയതയാണ് ഏറ്റവും ബേസ് ആയിട്ട് കാണിക്കുന്നത്. അതായത് മുസ്ലിംസിനും തമിഴർക്കും അവിടെ നേരിടേണ്ടി വരുന്ന അവരുടെ കയ്യിൽ നിന്ന് നേരിടേണ്ടി വരുന്ന വംശീയ വെറി, അതിന്റെ ഏറ്റവും അവരെ ഇവരെ ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടറായി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന നിഗൂഢമായ ശ്രമങ്ങൾ വരെ, അല്ലെങ്കിൽ അവരെ തെറ്റുകാരോ അവരെ കള്ളന്മാരോ ആക്കി തീർക്കാനുള്ള സിംഹളക്കാരുടെ ആ ഒരു ത്വരയെ വളരെ ഓപ്പൺ ആയിട്ട് അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നത്. ഇവരവിടെ എത്തുമ്പോൾ തന്നെ അവിടെ പ്രൊട്ടസ്റ്റ് ആണ്, വലിയ പ്രശ്നങ്ങളാണ്. പക്ഷെ ടൂറിസ്റ്റുകൾക്ക് അവർ കൊടുക്കുന്ന ഒരു റെസ്പെക്ട് ഉണ്ട്, അതും വളരെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ശ്രീലങ്ക ഒരു പാരഡൈസ് ആയി മാറുന്നതും. ടൂറിസ്റ്റുകൾക്ക് കൊടുക്കുന്ന ബഹുമാനവും ആദരവും ഒക്കെ കൊണ്ട് തന്നെയാണ് ശ്രീലങ്ക അങ്ങനെ. പാട്ടുകളുടെ ഒന്നും ആവശ്യമേ വരുന്നില്ല. അങ്ങനെയില്ല. മ്യൂസിക്കും അതെ, ഏറ്റവും ഇമോഷണൽ ആയ സമയത്ത് മാത്രം കൊടുത്തിട്ട് ഒരു സ്ലോ പേസിൽ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ കുത്തി നിറച്ച് 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 അവസാനം നമ്മള് ഭീകരമായി ഞെട്ടുന്ന, അടിപൊളിയായിട്ട് ഞെട്ടും. നമ്മളങ്ങനെ പ്രതീക്ഷിക്കില്ല ഒരു ക്ലൈമാക്സ്. അങ്ങനെ ഞെട്ടുന്ന, ഏറ്റവും ഭംഗിയായിട്ട് പൊളിറ്റിക്സ് പറയുന്ന, സിനിമ അത്യാവശ്യം കാണാൻ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ സിനിമ കാണാം, സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്ന, സിനിമയിൽ നിന്ന് ഇമോഷൻസ് ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ആമസോൺ പ്രൈമിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണണം. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നവരെ